സ്പേസ് ക്രൂ 10 പേടകം വിക്ഷേപിച്ചിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാന ദൗത്യം. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപണം. Vehicle pitching down range. Space Station. One for continuing to get good call-outs on the first stage performance so far. We'll have MECO or main engine cutoff, where the 9 engines on the first stage will cut off ahead of the first and second stages. Main engine cutoff. SpaceX Dragon 2 Alpha. Stage separation confirmed. Copy 2 Alpha. Great call-outs and incredible views there on your left-hand screen. On your left-hand screen, you can see a view from stage 1. There's that landing burn. Let's watch as Falcon 9 touches down on landing zone 1. Stage 2 SES confirmed. Now we're preparing for stabilizing the second stage so that we can have a smooth separation. And there you can see on the left-hand side of your screen, the crowd is going wild. It was an honor flying with you this evening. We wish you well on your journey and give. We are Karthik. ന്യൂസ് ഡെസ്കിൽ നിന്ന് കാർത്തിക്, നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ വളരെ പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ബുച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ശാസ്ത്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായി വേണം കാണാൻ. ആ ദൗത്യം പക്ഷേ നിറവേറ്റാൻ പോകുന്നത് ബോയിങ് അല്ല, അത് SpaceX ആണ്. അവരുടെ ക്രൂ 10 വാഹനമായിരിക്കും അത് നിർവഹിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴായിരുന്നു ദൗത്യം ആരംഭിച്ചത്? സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാറ്റിയതൊക്കെയാണല്ലോ. ഇനി എപ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചെത്താൻ കഴിയും? ശ്രീജ, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന അവരുടെ മടങ്ങിവരവ് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് നിലവിൽ നാസ പുറത്തുവിടുന്ന വിവരം. കൃത്യമായ സമയം സംബന്ധിച്ച് അമേരിക്കയുടെ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചേരും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും 8 ദിവസത്തെ ദൗത്യത്തിനായി പോവുകയും 9 മാസത്തോളമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ്, ആ വരവിലേക്ക് തന്നെയാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. ഒട്ടനവധി നേട്ടങ്ങളുമായാണ് ഇവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇവരെ തിരികെ എത്തിക്കാനുള്ള SpaceXന്റെ ക്രൂ 10 പുലർച്ചെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടത്തിയത്. 10 മണിക്കൂറിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി SpaceX ക്രൂ 10 ബഹിരാകാശ നിലയത്തിലെത്തും. 4 പുതിയ ബഹിരാകാശ സഞ്ചാരികളും ഈ SpaceXന്റെ ക്രൂ 10ൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നാസ അവരുടെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആനി മക്ലിൻ, നിക്കോളാസ് അയേഴ്സ്, ടക്കുയ ഒനീഷി, അതോടൊപ്പം തന്നെ കിറിൽ പെസ്കോവ്, ഇങ്ങനെ 4 ബഹിരാകാശ സഞ്ചാരികളുമായാണ് SpaceXന്റെ ക്രൂ 10 പേടകം പുറപ്പെട്ടത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇവർ അടുത്ത 6 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരും. 10 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ ഇവർ അവിടെ എത്തിയാൽ 2 ദിവസത്തെ ഹാൻഡ് ഓവർ പ്രക്രിയകളുണ്ട്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ ചുമതല സുനിത വില്യംസ് കൈമാറിയിരുന്നു. ഇനി ഇവിടെ എത്തുന്ന ഈ 4 ബഹിരാകാശ സഞ്ചാരികൾക്ക് കൂടി അവരുടെ ചുമതലകൾ കൈമാറുന്ന ഒരു ഹാൻഡ് ഓവർ പ്രക്രിയയുണ്ട്. അതിനുശേഷമാവും അവരുടെ മടക്കയാത്ര. എന്തായാലും പുതിയ ടീമിന് ചുമതലകൾ കൈമാറിയ ശേഷം ഇവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ജൂണിലാണ് SpaceXൽ ഇത്തരത്തിൽ വലിയ ഒരു ഗവേഷണ ദൗത്യവുമായി 8 ദിവസത്തെ ഗവേഷണ ദൗത്യവുമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും പുറപ്പെടുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും ആ ദൗത്യത്തിൽ നേരിടുകയായിരുന്നു. പ്രത്യേകിച്ച് ഹീലിയം വാതകത്തിന്റെ ചോർച്ച, അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ കേടുപാടുകൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ മടക്കയാത്ര വൈകുകയും ചെയ്തു. എന്തായാലും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവസം വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ലോകം അവരുടെ മടങ്ങിവരവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ യാത്രയെക്കുറിച്ചുമൊക്കെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ ആശങ്കകൾ
പങ്കുവച്ചിരുന്ന സമയത്തും അവർ അവരുടെ ദൗത്യങ്ങളിൽ തുടരുകയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒട്ടനവധി റെക്കോർഡുമായാണ് സുനിത വില്യംസിന്റെ മടക്കയാത്ര എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 62 മണിക്കൂർ 9 മിനിറ്റ് ബഹിരാകാശത്ത് നടന്നുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ 900 മണിക്കൂർ നീണ്ട ഗവേഷണങ്ങൾ പൂർത്തിയാക്കി. സസ്യങ്ങളുടെ വളർച്ച, പ്രത്യേകിച്ച് ഈർപ്പം, അതോടൊപ്പം തന്നെ പോഷകങ്ങൾ എത്രത്തോളം ബഹിരാകാശത്ത് നിലനിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ പൂർത്തിയാക്കിയാണ് അവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും പല ഘട്ടങ്ങളിലായി അവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ തന്നെ ലോകത്തിന് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യം സംബന്ധിച്ച ചർച്ചകളൊക്കെ സജീവമായി നടക്കുകയും ചെയ്തു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാകുന്നു. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്പേസ് എക്സിന്റെ ക്രൂ 10-ൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ മടങ്ങി എത്തുകയും ചെയ്യും. ശ്രീജ. കാർത്തിക്, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അങ്ങനെ ബഹിരാകാശത്തെ ഒരു വലിയ ശക്തിയായി ഇലോൺ മസ്ക് മാറുക കൂടിയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ എതിരാളികളായ ബോയിങ് പരാജയപ്പെട്ടിടത്തേക്കാണ് ഇപ്പോൾ സ്പേസ് എക്സിന്റെ ഈ ക്രൂ 10 അവിടെ എത്തുന്നത്. അവരെ വിജയകരമായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമൊക്കെ 2 കമ്പനികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. ഒന്ന് ബോയിങ്ങും 2 സ്പേസ് എക്സും. സ്വാഭാവികമായും ബോയിങ്ങിന്റെ സ്റ്റാർലൈനറാണ് ഇത്തരത്തിൽ ഹീലിയം വാതക ചോർച്ചയും അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം സംബന്ധിച്ച കേടുപാടുകൾ കാരണവും ഈ യാത്ര മുടങ്ങാൻ കാരണമായത്. ഇതിനു ശേഷം സ്പേസ് എക്സ് ഇവരെ തിരിച്ചെത്തിക്കാൻ കൊണ്ടുപോകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കമ്പനികൾ തമ്മിലുള്ള ബഹിരാകാശ സഞ്ചാരവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതാണ്. കടുത്ത കിടമത്സരം തന്നെയാണ് ഇരു കമ്പനികൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കൂടി ഈ ദൗത്യം നിർണായകമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പല ഘട്ടങ്ങളിലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ശ്രമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചത് ഇവരുടെ മടക്കയാത്ര വൈകാൻ കാരണം അതിന് മുമ്പിരുന്ന ഭരണകൂടം, ജോ ബൈഡൻ ഭരണകൂടത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ കാര്യമായി ഇടപെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ നടത്താതെ, എന്നാൽ ആ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരുവരും ബഹിരാകാശത്ത് തുടർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല, ഞങ്ങൾ ഗവേഷണവുമായി മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ ഇവിടെ തുടരുന്നതിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ഈ തുടരുന്ന 9 മാസക്കാലവും അവിടെ വളരെ സജീവമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സുനിത വില്യംസ് അവരുടെ സ്വന്തം നാട്ടിലെ കുട്ടികളുമായി ഒരു ഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി അവിടെയുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ വരെ പുറത്തു വന്നിരുന്നു. ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയാണ്, അവിടെ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളോട് വീഡിയോ കോൺഫറൻസിലൂടെ വിശദീകരിക്കുന്ന സുനിത വില്യംസിനെയൊക്കെയാണ് ഒരു ഘട്ടത്തിൽ കണ്ടത്. അത്തരത്തിൽ ഈ 9 മാസക്കാലവും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇരുവരും അവിടെ തുടർന്നത്. മാത്രമല്ല, ഒട്ടനവധി ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള നേട്ടങ്ങളുമായാണ് ഇവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ് ഇവരുടെ മടങ്ങിവരവിനായി. അമേരിക്കൻ സമയം ശനിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചേരുമെന്നാണ് നാസ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ശരി കാർത്തിക്, എന്തായാലും നമ്മുടെ തലമുറ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പണ്ടൊക്കെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി, ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വാഹനം, അങ്ങനെ നമ്മൾ ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിരുന്നു. ഇതാ നമുക്ക് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിരിക്കുകയാണ്. ബഹിരാകാശത്ത് 9 മാസത്തോളം താമസിച്ച് അവിടെ നിർണായകമായ പരീക്ഷണങ്ങൾ നടത്തി അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് നേരിട്ട് പറയാൻ കഴിയുന്ന 2 പേർ തിരിച്ചെത്തുന്നതും കാത്താണ് ലോകം കാത്തിരിക്കുന്നത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ എത്തുമ്പോൾ അത് ശാസ്ത്രത്തിലും ചരിത്രത്തിലുമൊക്കെ നിർണായകമായ നാഴികക്കല്ലുകളായി മാറുകയാണ്.